ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. വീണ്ടും ഞാനൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് 2 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലോട്ടൊന്ന് വരുന്നുണ്ട്. അതിൻ്റെ സൽക്കാരവും കാര്യങ്ങളും, അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ അന്ന് മതിൽ പണിയും പെയിൻറ്റ് പണീൻ്റെ കൂടെ തന്നെ ചില പണികൾ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്നും നടക്കുന്നുണ്ട്. അപ്പോൾ അതും ബാക്കിയുള്ള കാര്യങ്ങളും വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുള്ളൊരു ഡേ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ. കണ്ടിട്ട് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ഫ്രണ്ട്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാമല്ലോ. അപ്പോൾ രാവിലെ തന്നെ മോന് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് കളർ ഡ്രസ്സ് ഉള്ളത്, ഇന്ന് സ്കൂളിൽ ഫ്രൂട്ട്സ് ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ സ്കൂൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഫ്രൂട്ടിൻ്റെ പ്ലക്കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ ഫ്രൂട്ട്സ് നമ്മൾ മേടിച്ച് കൊടുത്തുവിടാൻ വേണം. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് അവനെ റെഡിയാക്കിയിട്ട് ഇപ്പോൾ അവനെ ഒക്കെമ്പാട് സ്കൂളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതായിട്ട് അവൻ്റെ സ്കൂളിലോട്ട് അവൻ്റെ ക്ലാസ്സിൽ ഈ ഫ്രൂട്ടായിരുന്നു. അപ്പോൾ അതാണ് വരച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഞാൻ ഇന്നലെ രാത്രി വരുന്ന് വരച്ചതാണ്. അപ്പോൾ വരയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ അതിൽ ചെറുതായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്ലക്കാർഡൊക്കെ ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും ഒക്കെമ്പാടെ പോയിട്ടുണ്ട്. അപ്പോൾ ചിത്രം ഇതാണ്. അപ്പോൾ ഇത് വരയ്ക്കുന്നതിൻ്റെ വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവൻ്റെ ക്ലാസ്സിലോട്ട് ഡ്രാഗൺ ഫ്രൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഫ്രൂട്ട്സ് നമ്മൾ മേടിച്ച് കൊടുത്തുവിടും വേണം. അതുപോലെ ആ ചിത്രം വരച്ചിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ ഒരു പിക്ക് നമ്മൾ അടുത്തുള്ള ബുക്ക് സ്റ്റോറിൽ നിന്നെങ്ങാനും മേടിച്ചിട്ട് അത് പ്ലക്കാർഡാക്കി കൊടുത്തു വിട്ടാലും മതി. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പിക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അത് നോക്കി വരച്ചിട്ടാണ് ഞാൻ മോന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഞാൻ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചിട്ട് പിന്നെ ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് വന്ന് ഔട്ട്ലൈൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡ്രോയിങ് ഒക്കെ വരച്ചിട്ട് കളറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു കാർഡ്ബോർഡ് ഒട്ടയിൽ ഇത് നന്നായിട്ട് ഗമ്മൊക്കെ ഇട്ടിട്ട് കവർ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഫുൾ 4 പുറം വൈറ്റ് കൊണ്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ പ്ലക്കാർഡിന് വേണ്ടിയിട്ട് ബാക്കിലൊരു സ്റ്റാൻഡ് പോലെ കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ, ബ്ലാക്ക്. അപ്പോൾ അത് ഞാൻ ഇൻസുലേഷൻ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പ്ലക്കാർഡിന് ഒരു കുറച്ച് വെയിറ്റ് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ പൈപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ തിരികെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പൈപ്പ് വിട്ട് പോരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പേപ്പർ ഞാൻ അതിൻ്റെ ഉള്ളിൽ തിരികെ കൊടുത്തിട്ട് ഞാൻ പ്ലാസ്റ്റിക് അതിൽ കാർഡ്ബോർഡിൽ ഒഴിച്ചിട്ട് അതിൻ്റെ 4 വഴി ഇൻസ്ട്രക്ഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചു. എന്നിട്ട് ബാച്ചിനെ രാവിലെ തന്നെ ഞാൻ സ്കൂളിലോട്ടൊക്കെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ മോന് സ്കൂൾക്ക് പോയിട്ടുണ്ട്. അപ്പോൾ സ്കൂൾക്ക് പോയി വന്നപ്പോഴേക്കും ഞങ്ങളുടെ മുറ്റത്ത് വെച്ചിട്ടുള്ള കല്ലിന് ഇതുപോലെ പോളിഷിങ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോളിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് പോളിഷിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ഒരു 3:30 മണിയൊക്കെ ആയപ്പോൾ മോനെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവരുടെ പോളിഷിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ചായയും കടിയൊക്കെ മേടിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മോനെ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ച് വരുമ്പോൾ അവന് തലയിൽ ഇതേപോലെ ഒരു കിരീടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ വന്ന് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പണിക്കാർക്കും കൊടുത്തു. അതുപോലെ ഞങ്ങളൊക്കെ ചായ കുടിച്ചു. അപ്പോൾ അവർ 2 സൈഡിലും ഒക്കെ പോളിഷിങ് കഴിഞ്ഞ ശേഷം അവർ കയ്യും കാലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ബാക്കിലോട്ട് പോയിക്കാം കേട്ടോ. അപ്പോൾ പണിക്കാരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുറ്റത്തെ കല്ലൊക്കെ പതിച്ച് അത് പോളിഷിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം സൈക്കിൾ ഓടിച്ചാൽ മതി പറഞ്ഞാൽ. അപ്പോൾ അവനോട് ചോദിച്ചു ഇപ്പോൾ ഓടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പെയിൻ്റൊക്കെ ഉണങ്ങിയിരിക്കുന്ന ഈ ഓടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അവനങ്ങനെ സൈക്കിൾ ഓടിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തിരിക്കുകയാണ്. അപ്പോൾ ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. മോനെ സ്കൂളിലാക്കിയിട്ട് വന്ന ശേഷം ബാക്കി പെയിൻറ്റുകളുണ്ടായിരുന്നു. ഫ്രണ്ടിലും മതിലുമ്മ കടിച്ചതിൻ്റെ ബാക്കി പെയിൻറ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അത് മതിലുമ്മ അതുപോലെ പുറത്തുള്ള കൊട്ടത്തളത്തിലൊക്കെ അടിക്കുകയായിരുന്നു. ഇതോടെ ഞങ്ങൾ മിഞ്ഞാന്ന് മേടിച്ച് തന്നിട്ടുള്ള റോസ് ചെടികളാണ്. അപ്പോൾ അതൊക്കെ പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ മോനൊക്കെ സ്കൂളിലാക്കിയൊക്കെ വന്ന ശേഷം അവിടുത്തെ പുറത്ത് പണികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മോളും പാടെ ഉള്ളിലോട്ട് കയറിയിട്ട് കുറച്ച് മുരിങ്ങൻ്റെ ഇല കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മുട്ടയും കൂടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മുരിങ്ങ ഊരാണ്. അപ്പുറത്ത് മോള് ഊരുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മാത്രമായിട്ടൊരു പാത്രം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ കച്ചറാക്കും വിചാരിച്ചിട്ട്. എന്നിട്ട് അവൾ ഊരിയതൊക്കെ എൻ്റെ കയ്യിൽ കൊടുന്ന് ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ലതൊക്കെ നോക്കിയിട്ട് ഇട്ടിട്ട് ബാക്കിയുള്ളത് മാറ്റി കളയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മുരിങ്ങ ഊരിയിട്ടിരിക്കുകയാണ്.
അപ്പോൾ ഇന്ന് മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഇക്കയും മോളും പാടാട്ടോ വരുന്നത്. അപ്പോൾ ഉച്ചക്കൊരു 1 മണിയൊക്കെ ആയിട്ടാണ് ഞാനും ഇക്കയും മോനെ വിളിക്കാൻ വേണ്ടി വന്നത്. ഇന്ന് ഉച്ചക്ക് വീട്ടിലായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ മോനെ വിളിച്ചിട്ട് വരാമെന്ന് വെച്ചിട്ട് മോനെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഒക്കെ മോനെ വിളിച്ച് വന്നിട്ടുണ്ട്. ഇനി നേരെ എൻ്റെ വീട്ടിലോട്ടാട്ടോ പോണത്. ഇന്ന് അവിടെയാണല്ലോ ഉച്ചക്കുള്ള ഫുഡ്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ ആയിരുന്നു കേട്ടോ, ചിക്കൻ ബിരിയാണി ആയിരുന്നു റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി. എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. എന്നിട്ട് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം മോനെ റെഡിയാക്കിയിട്ട് ഞാനും ഇക്കി മോനും പാടെ ലാഡറിലോട്ട് പോയിട്ടോ. മോള് പിന്നെ ഉറങ്ങി. അപ്പോൾ അത് കാരണം അവളെ വീട്ടിലാക്കിയിട്ട് ഞങ്ങളെല്ലാവരും പാടെ പോയി. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അവൾ പിന്നെ എഴുന്നേറ്റാലും കരയൊന്നുമില്ല. അപ്പോൾ ഞാനും ഇക്കയും പാടെ മോനും പാടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ലാഡറിൻ്റെ ഉള്ളിലോട്ട് പോകുക കേട്ടോ. മോൻ ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ട് അതിൽ കയറാനും. അപ്പോൾ മോൻ അതിൽ കയറ്റുന്നൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. കാരണം ഞങ്ങൾ മുൻപ് വരുമ്പോഴും അതിൽ കയറാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. എന്നിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് മോൻ അതിലെല്ലാത്തിലും കയറ്റിയിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ട് മോളിനെ എടുത്തിട്ട് പിന്നെ നേരെ ഞങ്ങൾ ഇക്കാൻ്റെ വീട്ടിലോട്ട് പോയി. ഇത് നോമ്പിന് മുന്നുള്ള വീഡിയോ കേട്ടോ, നോമ്പിന് സമയത്ത് എടുത്തതല്ല, നോമ്പിൻ്റെ കുറേ മുമ്പുള്ള വീഡിയോ ആണ്, ഇക്കുള്ള ടൈമിലുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.